അഗ്നിസാക്ഷി ഭാഗം 18. രാത്രി നല്ല ഉറക്കത്തിലായിരുന്നു വീണ. പെട്ടെന്ന് എന്തോ പേടിച്ചെന്ന പോലെ അവൾ കണ്ണുകൾ അടച്ചു. അസ്വസ്ഥതയോടെ തല ചലിപ്പിച്ചു. പെട്ടെന്ന് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ആ അവിടെ ഇരുന്ന് കിതച്ച് ചുറ്റും നോക്കി. താനിപ്പോൾ വീട്ടിലാണെന്ന് മനസ്സിലായതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് കിതച്ചു. അവൾ ആകെ വെറുതെ കുളിച്ചിരുന്നു. അരികിൽ ഉണ്ണിക്കുട്ടൻ നല്ല മയക്കത്തിലായിരുന്നു. അവൾ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് മടമട കുടിച്ചു. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് വരാന്തയിൽ തൂണും ചാരി സീറ്റിലെന്തോ ആലോചിച്ചിരുന്നു. പെട്ടെന്നൊരു കൈ വന്ന് തോളിൽ പതിച്ചതും അവൾ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി. കാശിയെ കണ്ടതും അവൾക്ക് ആശ്വാസമായി. നീ എന്താ ഇതൊരു ഉറങ്ങിയില്ലേ? അവൻ ചോദിച്ചു. ഉറങ്ങി. പെട്ടെന്ന് എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതാ. പിന്നെ എന്തോ ഉറക്കം വന്നില്ല. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്താ വീണ ഇത്? ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാൻ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. മറക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ കഴിയുന്നില്ല. ഓരോ നിമിഷവും ആ ഓർമ്മകൾ എന്നെ പരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ മരിച്ചാൽ മതിയെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീണ, അതിന് വേണ്ടിയാണോ ഞാൻ ഈ ത്യാഗമൊക്കെ സഹിച്ചത്? നീ ഒന്നും ഓർക്കണ്ട. നിൻ്റെ മോനെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി. അവന് വേണ്ടി നീ ജീവിക്കണം. നീ പേടിക്കണ്ട. നിൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ? ചില പോയി കിടന്നുറങ്ങാൻ നോക്ക്, അവൻ പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ച് അകത്തേക്ക് പോയതും കാശ് അസ്വസ്ഥതയോടെ പുറത്തേക്ക് നോക്കി അവിടെ തന്നെ നിന്നു. വാതിലിന് മറവിൽ നിന്ന് ഇതൊക്കെ കേട്ട പാർവതിയുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ മുഴങ്ങി. പിറ്റേന്ന് കാലത്ത് കാശിനാഥൻ ലീവായിരുന്നു. രോഹിണിയും ശേഷോദിയും സഹദേവനും കാലത്ത് തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി. രാവിലെ ചായയും കുടിച്ച് ഉണ്ണിക്കുട്ടൻ കളിക്കാനായി പോയി. പണിയൊക്കെ ഒരുക്കി വെച്ച് പാർവതി മുറിയിലേക്ക് വന്നു. ഫോണും നോക്കി ഇരിക്കുകയായിരുന്നു കാശിനാഥൻ. കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അവൻ മുഖമുറുത്തി അവളെ നോക്കി. എന്താ? വീണ കണ്ണേട്ടൻ്റെ ആരാ? ചോദ്യം കേട്ട് അവനൊന്ന് ഞെട്ടി. വീണ എൻ്റെ ആരാണെന്നോ? അതെന്താ നിനക്കറിയില്ലെന്നുണ്ടോ? അവൻ ഇപ്പോൾ പരുങ്ങളോട് ചോദിച്ചു. നിങ്ങൾ താലി കെട്ടിയ പെണ്ണാണ്, പക്ഷേ അവൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയല്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുമില്ല. പാർവതി പറഞ്ഞത് കേട്ട് അവൻ ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി. പാറു, നീ വെറുതെ വായി തോന്നിയത് പറയാൻ നിൽക്കണ്ട. വീണയുടെ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. ഇടപെടും, കാരണം ഇത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ശരി, വീണ ഞാൻ താലികെട്ടിയ പെണ്ണാണ്. എൻ്റെ മകൻ്റെ അമ്മയാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്താ അറിഞ്ഞാൽ മതിയോ? ഇതറിഞ്ഞാൽ മതിയോ നിനക്ക്? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അവൾ പുച്ഛത്തോടെ ചിരി കൂട്ടി. വീണ താലി കെട്ടിയ പെണ്ണാണ്, അത് സത്യം. പക്ഷേ ഉണ്ണിക്കുട്ടൻ നിങ്ങളുടെ മകനാണെന്നത് സത്യമല്ല, പച്ച കള്ളമാണ്. അവനാകെ വിറങ്ങലിച്ച് നിന്നപ്പോൾ പാറു, അവൻ കോപത്തോട്ട് വിളിച്ചു. എന്നോട് ഒച്ച വെച്ചിട്ട് കാര്യമില്ല കണ്ണേട്ടാ. സത്യം എവിടെയും വിളിച്ചു പറയാൻ എനിക്ക് ഒരു മടിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിഘ്നേഷ് ഒരിക്കലും നിങ്ങളുടെ മകനല്ല. കാരണം നിങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവളെങ്ങനെ നിങ്ങളുടെ കുഞ്ഞിന് ഗർഭം ധരിക്കും? ദിവ്യ ഗർഭം ധരിക്കാൻ അവളെന്താ ഗന്ധർവ സ്ത്രീയാണോ? കാശി തൻ്റെ കോപം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പാറു, മതി, നിർത്ത്. ഇനി ഒരക്ഷരം മിണ്ടരുത്. നീ പറയും, എനിക്കറിയണം. നിങ്ങളുടെ ജീവനേക്കാളേറെ സ്നേഹിച്ച് എന്നെ ഉപേക്ഷിച്ച് മറ്റേതോ ഒരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് അവളെ നിങ്ങൾ എന്തൊരു സ്വീകരിച്ചെന്ന് എനിക്കറിയണം. പറ, അവൾ രോഷത്തോടെ പറഞ്ഞു. അതൊന്നും നിന്നോട് വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവൾ അവനെ തടഞ്ഞു. ഇല്ല, അത് പറയാതെ ഞാൻ നിങ്ങളെ വിടില്ല. എനിക്കറിയണം എന്തിനാണ് എന്നെ തഴഞ്ഞ് അവളെ വിവാഹം കഴിച്ചത്. ആരാ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ? അത് നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടോ? അതോ അവൾ ആരുടെയും പേര് ഉറപ്പിച്ച് പറയുന്നത് കൊണ്ടാണ്? അത് കേട്ടതും അവൻ്റെ രക്തം തെളിച്ചു. കൈ ഉയർത്തി അവളുടെ കവിളിൽ ആഞ്ഞു വീശി കവിളിയും പിടിച്ച് അവൾ കട്ടിലിൽ ഇരുന്ന് പോയി. വേണ്ടാന്ന് വെക്കുമ്പോൾ തലയിൽ കയറുന്നോടി. എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ നീ എന്നല്ല ആരും ഇടപെടേണ്ട ആവശ്യമില്ല. മേലിൽ ഇമാതിരി വർത്തമാനം പറഞ്ഞാൽ ഈ കാശിനാഥൻ്റെ തനി സ്വഭാവം നീ അറിയും. ദേഷ്യത്തോടെ പറഞ്ഞു തിരിഞ്ഞതും എല്ലാം കേട്ട് നിറകണ്ണുകളോടെ വാതിൽക്കൽ നിൽക്കുന്ന വീണയെ കണ്ട് അവനൊന്ന് ഞെട്ടി. അവൾ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. കാശിനാഥൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു.
പിന്നെ പുറത്തേക്ക് നടന്നു. പാർവതി അതേ ഇരിപ്പിരുന്നു. അവൾ കണ്ണാടിയിലൊക്കെ നോക്കി. മൂക്കിൽ നിന്നും രക്തം വരുന്നത് കണ്ട് അവൾ അതൊന്ന് തൊട്ടു നോക്കി. പിന്നെ വേഗം എഴുന്നേറ്റ് അലമാര ലക്ഷ്യമാക്കി നടന്നു. വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു ജിതൻ. അപ്പോഴാണ് കാശിയുടെ കാറ് മുറ്റത്ത് വന്ന് നിന്നത്. ദേഷ്യത്തോടെ കാശി കാറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അരികിലേക്ക് വന്നു. എന്താ കാശി, മുഖം വല്ലാതിരിക്കുന്നു? അവൻ ചോദിച്ചു. നീ ഒന്ന് വാ, നമുക്കൊന്ന് പുറത്തു പോകാം. അവൻ്റെ പെരുമാറ്റം കണ്ട് അവൻ എന്തോ പന്തികേട് തോന്നി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വാ, ഇല്ല ഞാൻ തനിച്ച് പോയിക്കോളാം, അവൻ ദേഷ്യത്തോട് പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഞാൻ വേഷം ഒന്ന് മാറട്ടെ. അത് പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. വൈകാതെ തന്നെ വേഷം മാറി വന്നു. രണ്ടാളും കാറിൽ കയറി. വണ്ടി ശരവേഗത്തിൽ പാഞ്ഞുപോയി. മുറിയിലിരുന്ന് വീണ കുറേ നേരം പൊട്ടിക്കരഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഇതുവരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ലതാൻ. എന്നിട്ടും ഇന്നും വേദന തിന്നാനാണല്ലോ തൻ്റെ വിധി. അവളുടെ കാതുകളിൽ പാർവതിയുടെ വാക്കുകൾ മുഴങ്ങി. അതോർക്കും തോറും അവളുടെ ഉള്ളം വീങ്ങി. അവൾ ചോദിച്ചതിൽ എന്താണ് തെറ്റ്? കാശിനാഥനും ശ്രീപാർവതിയും എത്രമാത്രം പ്രണയിച്ചിട്ടുണ്ടെന്ന് തനിക്ക് നന്നായി അറിയാം. പ്രാണൻ പറയുന്ന വേദനയോടെയാണ് കാശിനാഥൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആ രംഗം കണ്ട് തകർന്നു നിന്ന ശ്രീപാർവതിയുടെ മുഖം ഒരു മിന്നായം പോലെ താനും കണ്ടിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോയപ്പോൾ നിറക്കണ്ണുകളോടെ നിൽക്കുന്ന കാശിനാഥനെ കണ്ടപ്പോൾ 1000 ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരം കിട്ടിയത് അന്ന് രാത്രിയാണ്. ആദ്യ രാത്രിയിൽ പാലുമായി വന്ന തന്നെ നോക്കി കാശിനാഥൻ പറഞ്ഞ വാക്കുകൾ. എനിക്കൊരിക്കലും നിന്നെ എൻ്റെ ഭാര്യയെ കാണാൻ സാധിക്കില്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ കാരണമാണ് നിൻ്റെ ജീവിതം നശിച്ചത്. അതിനൊരു പ്രായശ്ചിത്തം എന്നോണമാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിന്നെ ഞാൻ സംരക്ഷിക്കും. പക്ഷേ അതിൽ കൂടുതലൊന്നും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാശിനാഥൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, എൻ്റെ ശ്രീപാർവതി. അവൻ ആ വാക്കുകൾ പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് തനിക്ക് തന്നെ അറിയില്ല. സഹതാപമോ സ്നേഹമോ ഒക്കെ തോന്നി. താൻ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോഴും ഉണ്ണിക്കുട്ടനെ പ്രസവിച്ചപ്പോഴും തൻ്റെ കൂടെ തന്നെ നിന്നും നല്ലൊരു സുഹൃത്തായി മാത്രം. തനിക്ക് വേണ്ടി സ്വന്തം ജീവിതം അദ്ദേഹം ഹോമിക്കുന്നത് കണ്ടപ്പോൾ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ ശ്രീപാർവതി വന്നതോടെ അതെല്ലാം മാറി. ഇപ്പോൾ തൻ്റെ പേരിൽ അവർ വഴക്കെടുക്കുകയാണ്. അത് പാടില്ല. സത്യം അവൾ അറിയണം. അതറിയാനുള്ള അവകാശം അവൾക്കുണ്ട്. കണ്ണുകൾ തുടച്ച് എന്തോ ഉറപ്പിച്ചതുപോലെ വീണ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. തുടരും.